അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും അല്ല, എന്നാലും മിക്കവർക്കും തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിൽ മിക്കവരും തന്നെ അല്ലേ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ അധികം ചില സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും മിക്കവരും തന്നെ അല്ലേ. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അവരും ചില സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ആ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ കണ്ടു നോക്കാനായിട്ട് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളവരാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ്, ചിലവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും കാണത്തില്ല. വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കുകയും വേണ്ട, ചെയ്യുകയും വേണ്ട. അല്ലാത്ത നമ്മളെ പോലുള്ള കുറെ പേരുണ്ടല്ലോ, എനിക്കും ഇതൊന്നും വിശ്വാസം ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ ആ 12 ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടി. അപ്പം അതുപോലെ തന്നെയുള്ള ഒരെണ്ണാണ് ഇതും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇതിലും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് നിങ്ങൾക്കും ഷെയർ ചെയ്തത്. അപ്പൊ നമുക്ക് എന്താണ് ആ വിശേഷം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ തന്നെത്താനെ ചെയ്തതല്ല, ഞാൻ ഒരു ചാനലിൽ കണ്ടതാണ്. അപ്പൊ ആ ചാനലിൽ നോക്കിയപ്പോഴത്തേക്കും, ആ ചാനല് ആയിരവല്ലി മീഡിയ ചാനലാണ്, നോക്കിയപ്പോഴത്തേക്കും ഈ കാര്യം ഇട്ടിരിക്കുന്ന കണ്ടു. അതിനകത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്ത് നോക്കി, നല്ല പ്രയോജനം കിട്ടിയ കാര്യമാണ്, ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇത് എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഇതിന് ആകെ വേണ്ടത് നമുക്ക് കുറച്ച് കടുകും 5 രൂപയുടെ കോയിനുമാണ് വേണ്ടത്. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ 1 മാസത്തില് ചൊവ്വയും വെള്ളിയും ദിവസമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ചൊവ്വയാണെങ്കിൽ ചൊവ്വ തിരഞ്ഞെടുക്കുക, വെള്ളിയാണെങ്കിൽ വെള്ളി തിരഞ്ഞെടുക്കുക. അപ്പം 1 മാസത്തിലെ എല്ലാ ചൊവ്വയും എല്ലാ വെള്ളിയും ചെയ്യുക. അപ്പം 4 ചൊവ്വ 4 വെള്ളി വരുമ്പോഴത്തേക്കും അത്രയും ദിവസവും ഈ 5 രൂപയുടെ കോയിൻ വെക്കണം. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് 40 രൂപ വരും. ശരിയല്ലേ? 40 രൂപ വരും. അതിന് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങുന്നെങ്കിൽ ഇന്ന് വെള്ളിയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഞാനും ചെയ്യുവാണ്. അപ്പം എല്ലാവരും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഇന്ന് വെള്ളിയാഴ്ച. അപ്പം വെള്ളിയാഴ്ച 6-നും 7-നും ഉള്ള സമയത്താണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങൾ ആ സമയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 8-നും 9-നും ഇടയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് അങ്ങനെ നമുക്ക് ഭയങ്കര ശുദ്ധം ഒന്നും വേണമെന്നില്ല. വേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എപ്പോഴാണ്. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ പാത്രം നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സ്റ്റീലിന്റെ പാത്രം കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. അടപ്പുള്ള പാത്രം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പുതിയ കടുകായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി കടുക് ആയിരിക്കരുത് കേട്ടോ. അപ്പം കടുക് എടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകിലേക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം 5 രൂപയുടെ കോയിനിനി ഇതിനകത്തിട്ട് നമ്മളിത് മൂടി വെച്ചു. ഇത് നമ്മൾ അടച്ചു വെച്ചു. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? അടച്ചു വെച്ചിട്ട് ഇത് നമ്മൾ മാറ്റി നമ്മൾ എവിടാ നിങ്ങളുടെ പൂജാമുറിയോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥമായ സ്ഥലത്ത് ഇത് കൊണ്ട് വെക്കുക. മനസ്സിലായോ? പിന്നെ ഇന്ന് വെള്ളി, ചൊവ്വാഴ്ച രാവിലെയും 6-നും 7-നും ഇടയ്ക്കുള്ള സമയത്ത് ഇതുപോലെ തന്നെ ഇതിനകത്ത് 5 രൂപയുടെ കോയിൻ വെക്കുക. മനസ്സിലായ? ചൊവ്വ. പിന്നെ വെള്ളിയാ വരുന്നത്. വെള്ളിയാഴ്ചയും ഇതുപോലെ ഇങ്ങനെ വെക്കുക. അങ്ങനെ ഈ മാസം അവസാനം തീരുന്നിടം വരെ വെക്കുക. പിന്നെ നമ്മൾ വെച്ച് കഴിയുന്ന ദിവസം നമ്മൾ അവസാനം ചെയ്യുന്നത് വെള്ളിയാഴ്ച ആണെങ്കിൽ നമ്മൾ ഈ കോയിന്
അപ്പം നമ്മളിത് ശുദ്ധവൃത്തിയോടു കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അവസാനം നമ്മൾ ഈ മാസത്തെ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇതിൽ നാണയം നിക്ഷേപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മാസം തീർന്നു. അപ്പം പിന്നെ ചൊവ്വാഴ്ചയെ ഇതിനകത്തുനിന്ന് ഈ നാണയം ഫുള്ള് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇത് ഈ നാണയം ഫുള്ള് വെച്ച് തീർന്നതെങ്കിൽ വെള്ളിയാഴ്ച ഇതിനകത്തോട്ട് നാണയം മുഴുവൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിപ്പം നമ്മൾ വെള്ളിയാഴ്ച വെച്ചു. അപ്പം ഇനി നമ്മൾ തീരുന്നത് ചൊവ്വാഴ്ച വരികയാണെങ്കിൽ, അത് എണ്ണി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് വെക്കുന്നത്, ഇപ്പം ചൊവ്വാഴ്ച ഒരു കോയിൻ ഇതിൽ വെച്ചെങ്കിൽ പിന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇതിനകത്തൊക്കെ ഫുള്ള് കോയിൻ എടുത്ത് മാറ്റാവുള്ളൂ. ഫുള്ള് കോയിൻ ഇതിനകത്തുനിന്ന് എടുക്കുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ നല്ല ശുദ്ധമായിട്ട് തന്നെ എടുക്കണം. മനസ്സിലായല്ലോ? അപ്പം ഈ കോയിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇനി പറയുന്ന കാര്യം കേൾക്കുക. ഇതിനകത്തപ്പം നമ്മൾ അത്രയും വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് 40 രൂപ വരും. ഈ 40 രൂപ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് പാടില്ല. ഈ 40 രൂപ നിങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിലിടുകയോ പിന്നെ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമോ. 40 രൂപ വെച്ച് വാങ്ങിച്ചു കൊടുക്കാൻ തികയത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്കി പൈസയും കൂടി ഇട്ട് നമുക്കത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാണ്ട് ഈ 40 രൂപ മാത്രം വെച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്നില്ലെങ്കിൽ ഈ 40 രൂപയും അതിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം ഇത് നമ്മൾ അമ്പലത്തിലെ ഇതിൽ കാണിക്ക വഞ്ചി കൊണ്ടിടുമ്പോഴും ഇതിനകത്തുനിന്ന് എടുക്കുന്ന പൈസ ഒന്ന് കഴുകിയിട്ട് വേണം നിങ്ങളങ്ങനെ ചെയ്യാനായിട്ട്. മനസ്സിലായ? പൈസ ദാനം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ കോയിൻ ദാനം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേറെ കൊടുത്തതിന് ശേഷം ഈ പൈസ നിങ്ങൾക്ക് വീണ്ടും നമ്മൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നമ്മുടെ കാര്യം കണ്ടു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ആദ്യം നമ്മൾ തുടങ്ങി ഇത് തീർന്നു. ഇനിയും നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ. ഈ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കടുകും ഇതേ നാണയവും ഉപയോഗിക്കാം. ഇനി മറിച്ച് നിങ്ങൾ ആ നാണയം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, വേറെ നിങ്ങൾക്ക് എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാം. ഇതെല്ലാം നല്ല വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നാലും കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചോദിക്കും, ചേച്ചി അതെങ്ങനായിരുന്നു, ചേച്ചി അതിങ്ങനായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ, വീഡിയോ നിങ്ങൾ ഫുള്ള് കാണത്തില്ല. വീഡിയോ ഫുള്ള് കാണാതെ വീഡിയോ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ദയവ് ചെയ്യരുതേ. വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവരാരും ചെയ്യണ്ട. നെഗറ്റീവ് കമൻ്റ് ഇടാനിരിക്കുന്നവർ ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻ്റ് ഇടണ്ട. കാര്യം വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട. പക്ഷേങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആക്കിയിട്ട് ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാണ്, അപ്പം അടുത്ത ചൊവ്വ ഇതുപോലെ തന്നെ 5 രൂപയുടെ കോയിനകത്തേക്ക് വെക്കും. നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് നോക്കാന്നല്ല കേട്ടോ, ഇതെനിക്ക് സാധിച്ചു കിട്ടും. ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാധിച്ചു കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും, സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ കടം വീടാനും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനും എല്ലാം ഇങ്ങനെ ചെയ്യാം. നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ല വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാത്രം ചെയ്യുക. ധനലക്ഷ്മി അല്ല, നമ്മുടെ ധനത്തിൻ്റെ ദേവത നമ്മുടെ ധനലക്ഷ്മിയാണ്. അപ്പം ധനലക്ഷ്മി ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നടക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. വിശ്വാസമാണ് ഏറ്റവും വലുത്. അതിൽ കവിഞ്ഞ് നമുക്ക് ഒന്നുമില്ല. അപ്പം എന്ത് കാര്യം വിശ്വസിച്ചാലും നമുക്കത് നടന്ന് കിട്ടും, ഉറപ്പാണ് അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.